ഹായ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ ഒരു എഗ് റോളാണ്. നല്ല എഗ്ഗ് ഉപ്പിട്ട് ഇതാക്കിയിട്ട് ഓർഗാനിയും ചില്ലി ഫ്ലേവർ ഇട്ടേക്കണേ ഉണ്ടാവും. അതിൻ്റെ അകത്ത് നമ്മൾ കുക്കമ്പർ നല്ല കഴുകി വൃത്തിയാക്കി ഉപ്പ് പുരട്ടി വെച്ചേക്കാം. കുക്കമ്പർ, ക്യാപ്സിക്കം, 2 ക്യാരറ്റ്, അതിൻ്റെ ശേഷം ടൊമാറ്റോ ഒക്കെ വെച്ച് ഇത്തിരി ഒരു ചില്ലി ഫ്ലേവറിൻ്റെ ഒരു പീസ്, ചില്ലി ഓർഗാനിക് കൂടെ അതിൻ്റെ ക്രഷ് ചെയ്തതിൻ്റെത്, ഒരു വർഷം ചീസ്, ഒന്ന് നല്ലപോലെ റോൾ ചെയ്തിട്ട് ദോശപ്പാനിൽ ഒന്ന് ചൂടാക്കാൻ വെക്കുമ്പോൾ ചീസൊക്കെ ഒന്ന് അതുപോലെ തന്നെ കുക്കമ്പർ നല്ലണ്ട. രാവിലെ ജോലിക്കൊക്കെ പോണവർക്ക് നല്ലൊരു ഇതൊക്കെ നല്ലപോലെ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞതാണ്. പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലേ. അപ്പം എല്ലാം നല്ല വൃത്തിയാക്കി എടുത്തിട്ട് എല്ലാത്തിനും നേരി ഉപ്പ് പുരട്ടി വെച്ചാണ്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ക്യാരറ്റ്, ഒരു ചില്ലിയുടെ ഭക്ഷണം, അതിൻ്റെ പുറത്ത് ഒരു ചീസിൻ്റെ പീസ്. രാവിലെ ജോലിക്കുള്ളവർക്കൊക്കെ സുഖമാണ്, വയറ് നിറയും. ഡയറ്റ് ചെയ്യണവർക്ക് ഇതിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ ചപ്പാത്തിയാണ്. നമുക്ക് ദോശക്കല്ലിൽ വെച്ച് അപ്പം എഗ് റോളും നല്ല ചൂട് ചായയും ഇതുവരെണ്ണം കഴിച്ച് രാവിലെ ജോലിക്ക് പോയാൽ നല്ല സൂപ്പറായിട്ട് പണിയെടുക്കാം. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ജോലിക്ക് പോകുന്നവർക്കൊക്കെ സുഖവും. ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റിയ റെഡിമേഡ് ചപ്പാത്തി കിട്ടും. അതിൻ്റെ അകത്ത് ക്യാപ്സിക്കം, ക്യാരറ്റ്, തക്കാളി, കുക്കമ്പർ, സവാള എല്ലാം കൂടെ അരിഞ്ഞ് നേരി ഉപ്പും പുരട്ടി
അതിൻ്റെ അകത്ത് എഗ്ഗിൻ്റെ കൂടെ ഞാൻ മറ്റേ ഓർഗാനിക്കും ചില്ലി ഫ്ലേവറും ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ.